രൂപ കോമ്പൻസേഷനും. മനസ്സിലായോ? അത് പുസ്തകം കയ്യിലുണ്ടെങ്കിൽ പുസ്തകത്തിൽ നോക്കിയാൽ സെക്ഷൻ 3 ക്ലോസ് 1 അതിൻ്റെ ബി, എ ബി 3(1) ബിയിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അതും നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ FIR ഫയൽ ചെയ്യുമ്പോൾ 25,000 രൂപ, ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യുമ്പോൾ 50,000 രൂപ, അയാളെ ശിക്ഷിക്കുകയാണെങ്കിൽ ബാക്കിയുള്ള 25,000 രൂപ. ഓക്കെ. അടുത്തത് വിസർജ്യങ്ങൾ, അഴുക്ക് വസ്തുക്കൾ, ജന്തുക്കളുടെ ജഡം തുടങ്ങിയവ മനഃപൂർവമായി പരിക്കേൽപ്പിക്കണമെന്നും മാനഹാനി ഉണ്ടാക്കണമെന്നും ഉപദ്രവിക്കണമെന്നും ഉള്ള ഉദ്ദേശത്തോടെ തള്ളിയാൽ. 2 കാര്യം പറഞ്ഞ്, വിസർജ്യങ്ങൾ, അഴുക്കുകൾ, ജന്തുക്കളുടെ ജഡം എന്നിവ വെറുപ്പുളവാക്കുന്ന രീതിയിലിട്ടാൽ. രണ്ടാമത് പറയുന്നത് എന്തുവാ? ആദ്യം ചെയ്തത് മനഃപൂർവ്വം കൊണ്ടിട്ടാൽ. അപ്പം മനഃപൂർവ്വം ഇട്ടാലും മനഃപൂർവ്വം അല്ലാതെ ഇട്ടാലും SC/ST ആക്ട് പ്രകാരം കേസെടുക്കാവുന്നതാണ്. പറഞ്ഞ മനസ്സിലായോ ഗോപിച്ചേട്ടാ? പറഞ്ഞ മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലാക്കണം. നമ്മൾ ഈ SC/ST മേഖലയിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാരൊക്കെ അല്ലേ, അവർക്ക് ഒരു വസ്തു കണ്ടാൽ, ഒരു വിഷയം കണ്ടാൽ അത് കേസെടുക്കാവുന്നതാണോ? കേസെടുക്കാവുന്നതാണെങ്കിൽ അതെങ്ങനെ കേസെടുക്കാവുന്നതാണെന്ന് കൃത്യമായി അറിയണം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു തന്നെ. വിസർജ്യങ്ങൾ, അഴുക്കുകൾ, ജന്തുക്കളുടെ ജഡം അല്ലെങ്കിൽ മറ്റു വെറുപ്പുളവാക്കുന്ന വസ്തുക്കൾ ഇട്ടാൽ, അത് ബോധപൂർവം ഇട്ടാലല്ല, എങ്ങനെയെങ്കിലും ഇട്ടു. പറയൂ ഗോവിച്ചേട്ടൻ, പറയൂ. അതേ വസ്തു തൊട്ടു താഴെ പറയുന്നു, മാനഹാനി ഉണ്ടാക്കണമെന്നും ഉപദ്രവിക്കണമെന്നും ഉദ്ദേശിച്ചുകൊണ്ട് മനഃപൂർവ്വം ഇട്ടാൽ അതും കുറ്റമാണ്. മനഃപൂർവ്വമല്ല, അയാൾ എനിക്ക് പട്ടികജാതിക്കാരനാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചിട്ടതല്ല, അയാളെ ദ്രോഹിക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടതല്ല എന്ന് പറഞ്ഞാലും കേസെടുക്കാം, മനഃപൂർവ്വം ഇട്ടാലും കേസെടുക്കാം. രണ്ടിനും ഇവിടെ 1,00,000 രൂപയാണ് കോമ്പൻസേഷൻ. പക്ഷേ എന്ത് മാറും? വകുപ്പ് മാറും. 3(1) ബി എന്നുള്ളത് 3(1) സിയിലാവും. സിയിലായതിൻ്റെ പ്രത്യേകത എന്തുവാ? മനഃപൂർവ്വം ചെയ്യുമ്പോൾ പണിഷ്മെൻറ്റ് കൂടും. മനസ്സിലായല്ലോ? മനഃപൂർവ്വം അല്ലാതെ കുറ്റം ചെയ്താൽ പണിഷ്മെൻറ്റ് കുറയും, മനഃപൂർവ്വം കുറ്റം ചെയ്താൽ പണിഷ്മെൻറ്റ് കൂടും. മനസ്സിലായി കാണും. എന്തെങ്കിലും സംശയം ഉണ്ടോ ചോദിച്ചേ? അല്ലെങ്കിൽ വോളിയം കൂട്ടി വെക്കണം, ഗോപിച്ചേട്ടൻ്റെ വോളിയം കൂട്ടി വെക്കണം. അടുത്തത് ചെരുപ്പ് മാല ഇടുക, അല്ലെങ്കിൽ നഗ്നനായി പരേഡ് നടത്തുക, അല്ലെങ്കിൽ അർദ്ധനഗ്നനായി നടത്തുക. ഇപ്പോൾ ഈ കേരളത്തിൽ അതൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, എങ്കിലും ചില സ്ഥലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടിയാണ് ഒരാളെ അപമാനിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ചെരുപ്പ് മാല ഇടുക എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, ആണിനായാലും പെണ്ണായാലും അപമാനിക്കുന്നതിൻ്റെ ഭാഗമായി വിവസ്ത്രനായി അല്ലെങ്കിൽ വിവസ്ത്രയായി നടത്തുക. പിന്നെ പൂർണ്ണമായും വിവസ്ത്രനാക്കുന്നില്ല, മുട്ടിന് മുകളിലും പൊക്കിളിന് താഴെയൊക്കെ മുണ്ട് കാണും, ബാക്കിയുള്ളിടത്ത് മുണ്ട് കാണുകയില്ല. അങ്ങനെ നടത്തുക, തെരുവിലൂടെ നടത്തുക. കാരണം ചോദിക്കാനും പറയാനൊന്നും ആരുമില്ലല്ലോ. അങ്ങനെ നടത്തിയാലും SC/ST ആക്ട് പ്രകാരം കേസെടുക്കാം. അത് 3(1) ഡി പ്രകാരമാണ് കേസെടുക്കുന്നത്. 3(1) ഡി പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ പോലീസ് കംപ്ലൈൻറ്റ് എഴുതി കൊടുക്കുമ്പോൾ പട്ടികജാതി വർഗ പീഡന നിരോധന നിയമപ്രകാരം കേസെടുക്കണമെന്ന് എഴുതി കൊടുക്കുന്നതിനേക്കാൾ നല്ലത് പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം 3(1) ഡി പ്രകാരം കേസെടുക്കണം, അല്ലെങ്കിൽ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം 3(1) എ പ്രകാരം കേസെടുക്കണം എന്നെഴുതി കൊടുക്കുകയാണെങ്കിൽ അവിടെ ഇരിക്കുന്ന പോലീസുകാരന് മനസ്സിലാകും അദ്ദേഹത്തിന് കാര്യം അറിയാമെന്ന്. കേസ് എടുക്കാതിരിക്കാൻ നിർവാഹമില്ലാതെ വരും. ആ ഒരു പെറ്റീഷൻ കേസ് എടുത്തിട്ട് DYSP അതിൻ്റെ വകുപ്പുകളും മറ്റു കാര്യങ്ങളും എല്ലാം ചേർത്ത് ഒരു FIR ഇട്ട് കോടതിക്ക് കൊടുത്താൽ കോടതിക്ക് മനസ്സിലാവും, കക്ഷിക്കും വകുപ്പറിയാം,
പോലീസുകാരനും വകുപ്പറിയാം, വേറെ രക്ഷയില്ലെന്ന് പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എഴുതി കൊടുക്കുമ്പോൾ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം കേസെടുക്കണം എന്ന് എഴുതിയാലും കുഴപ്പമില്ല. പക്ഷെ കുറച്ചുകൂടി ഈ പുസ്തകം ഒന്ന് വായിച്ച് നോക്കിയിട്ട് മനസമാധാനമായിട്ട് ആ കക്ഷിയെ കേട്ട് പുസ്തകം ഒന്ന് വായിച്ച് നോക്കിയിട്ട് 3(1) പ്രകാരം കേസെടുക്കണം, 3(1) പ്രകാരം കേസെടുക്കണം, 3(1) പ്രകാരം കേസെടുക്കണം, 3(1) പ്രകാരം കേസെടുക്കണം എന്ന് എഴുതുന്നതാണ് കുറച്ചുകൂടി നല്ലത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായി കാണും. ഓക്കെ. അടുത്തത് വസ്ത്രം ഉരിയുന്നതിന് നിർബന്ധിക്കുക. ഇപ്പോൾ അയാൾ വസ്ത്രം അഴിച്ചു മാറ്റുന്നില്ല, നമ്മുടെ അഴിക്കടാ തുണി എന്ന് പറയുന്നു. അങ്ങനെ വസ്ത്രം ഉരിയുന്നതിന് നിർബന്ധിക്കുക. നിർബന്ധപൂർവം തലമുണ്ടനം നടത്തുക എന്ന് പറഞ്ഞാൽ തല ഷേവ് ചെയ്യുക, മീശയുടെ പകുതി ഷേവ് ചെയ്ത് കളയുക, മേൽമീശ വടിച്ചു കളയുക, ശരീരത്തിൽ പല സ്ഥലങ്ങളിലും ചായമടിക്കുക, ബഫൂണുകളെ ചായമടിക്കുന്ന പോലെ ചായമടിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ 3(1) പ്രകാരമാണ് കേസെടുക്കുന്നത്. 3(1) പ്രകാരം. കുഞ്ഞുമോൻ പേടിക്കണ്ട, കുഞ്ഞുമോൻ്റെ മൈക്ക് ഓഫാക്കിയത് ഞാനാണ്. കുഞ്ഞുമോന് സംസാരിക്കണം തോന്നുമ്പോൾ ഞാൻ മൈക്ക് ഓണാക്കി തരുന്നതായിരിക്കും. ഓക്കെ, കൈ ഇങ്ങനെ പൊക്കി കാണിച്ചാൽ മതി സംസാരിക്കണം തോന്നുമ്പോൾ, ഓണാക്കി തരാം. ഗോപിച്ചേട്ടൻ വരികയും പോവുകയും ചെയ്യുന്നു, നെറ്റിൻ്റെ പ്രശ്നമായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളെന്താ പറഞ്ഞേ? വസ്ത്രം ഉരിയുന്നതിന് നിർബന്ധിക്കുക, ഭീഷണിപ്പെടുത്തി വസ്ത്രം ഉരിക്കുക. നിർബന്ധപൂർവ്വം തല മുണ്ടനം ചെയ്യുക, തലയുടെ ഈ ഒരു സൈഡ് ഇങ്ങനെ ഷേവ് ചെയ്ത് കളയും, അല്ലെങ്കിൽ ഈ സൈഡ് ഷേവ് ചെയ്ത് കളയും. മൊത്തത്തിലല്ല കേട്ടോ, മൊട്ടയടിക്കലല്ല, എവിടെയെങ്കിലുമൊക്കെ വികൃതമാക്കുന്ന രീതിയിൽ ഷേവ് ചെയ്ത് കളയും. പിന്നെ മേൽമീശ വടിച്ചു കളയും, ഇവിടെ വെച്ച് വടിച്ചു കളയും, അല്ലെങ്കിൽ പകുതി വടിച്ചു കളയും. ഇതെല്ലാം അട്രോസിറ്റീസ് ആക്ടിൻ്റെ ഭാഗമാണ്. പട്ടികജാതിക്കാരെ ജാതീയപരമായി പീഡിപ്പിക്കുന്നതിന് തുല്യമാണ്. അതിനെ എന്തു ചെയ്യും? അങ്ങനെ ഒരു ഒഫൻസ് കണ്ടാൽ കേസെടുക്കും. ആ കേസെടുത്താൽ 7 വർഷം അകത്ത് കിടക്കും. 5 × 2 7. 1,00,000 രൂപ കോമ്പൻസേഷൻ കിട്ടും. ആർക്കാ? ഇരയ്ക്ക്. എങ്ങനെയാ? FIR നമ്പർ 25, കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ 50, ബാക്കി 25 ശിക്ഷിച്ചാൽ. ശിക്ഷിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. 7 വർഷം അകത്തും കിടക്കും, 25,000 രൂപ കിട്ടുകയും ചെയ്യും. ശിക്ഷിക്കാതെ സാക്ഷി കൂറുമാറിയാൽ വളരെ ശ്രദ്ധിക്കണം. സാക്ഷി കൂറുമാറിയാൽ 1 ശിക്ഷിക്കത്തില്ല, 2 25,000 രൂപ കിട്ടത്തില്ല. കൂറുമാറിയതിന് ശേഷം സാക്ഷി പുറത്ത് പറയുന്നു, ഞാൻ ആ കോടതി പറഞ്ഞ തെറ്റാണ്, അങ്ങനെയല്ല ഇങ്ങനെയാണ് ചെയ്തത്. വിക്ടിമിനെതിരെ, ഇരയ്ക്കെതിരെ കേസെടുക്കാൻ പോകുന്നുണ്ട്. മനസ്സിലായോ? ഏത് കേസിന് ശേഷമെന്നറിയാമോ? ബെസ്റ്റ് ബേക്കറി കേസിന് ശേഷം കോടതിക്കകത്ത് പറഞ്ഞിട്ട് പുറത്തു മാറ്റി പറഞ്ഞാൽ, പോലീസിന് പറഞ്ഞിട്ട് കോടതിക്കകത്ത് മാറ്റി പറഞ്ഞാൽ കേസെടുക്കത്തില്ല. കോടതിക്കകത്ത് പറയുന്ന ന്യായം, സാക്ഷിമൊഴി, കോടതി നടപടികൾക്ക് ശേഷം ശിക്ഷിക്കുകയോ ശിക്ഷിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, പുറത്തു വന്ന് മാറ്റി പറഞ്ഞാൽ, അത് വിവാദമായാൽ, അത് കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ കേസെടുക്കാൻ വകുപ്പുണ്ട്. അത് ഈ അടുത്ത സംഭവം, അടുത്ത കാലത്ത് കേരളത്തിലൊരു സംഭവം നടന്നിട്ടുണ്ട്. ആ വകുപ്പ് പ്രകാരം കേസെടുത്തേക്കുന്നത്. പക്ഷേ നമ്മുടെ ആൾക്കാർ വിചാരിച്ചേക്കുന്നത് ആ വകുപ്പ് പ്രകാരം അല്ലെന്നാണ്. ഞാൻ പറഞ്ഞാൽ മനസ്സിലായല്ലോ. അതുകൊണ്ട് കോടതിയിൽ സത്യസന്ധമായി മാത്രമേ മൊഴി കൊടുക്കാവൂ, പുറത്തിറങ്ങി മൊഴി മാറ്റി പറയരുത്. ഓക്കെ, അപ്പോൾ നമ്മൾ അവനെ കുറച്ച് നാൾ പിടിച്ച് അകത്തിട്ടതും അവൻ്റെ കയ്യിൽ നിന്ന് 75,000 രൂപ കോമ്പൻസേഷൻ മേടിച്ചതും എല്ലാം കൂടെ ചേർത്തിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് ബാക്കി പൈസ മേടിച്ചിട്ട് മൊഴി മാറ്റി പറഞ്ഞിട്ട് പുറത്തിറങ്ങി പറഞ്ഞാൽ, അവനങ്ങനെ രക്ഷപ്പെട്ടോട്ടെ, ഞാൻ ഇങ്ങനെയായിരുന്നു യഥാർത്ഥ സംഭവം, ഞാൻ കോടതിയിൽ അങ്ങനെ പറഞ്ഞതാ, എൻ്റെ പാർട്ടി നേതാവ് പറഞ്ഞുകൊണ്ട് മാറ്റി പറഞ്ഞതാന്ന് പറഞ്ഞാൽ, ആ ഒരൊറ്റ മൊഴി മതി പോലീസോ കോടതിയോ പറഞ്ഞാൽ അയാൾക്കെതിരെ കേസെടുക്കാൻ വകുപ്പുണ്ട്. സൂക്ഷിച്ച് കാണണം, കൈകാര്യം ചെയ്യാം. അവിടെ കിടന്ന് കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. മനസ്സിലായല്ലോ പറഞ്ഞത്? ഇപ്പോൾ അടുത്ത കാലത്ത് ഒരാൾക്കെതിരെ അങ്ങനെ കേസെടുത്തിട്ടുണ്ട്. അവർ ഓരോരുത്തർ വിചാരിക്കുന്നത് അതല്ലെന്നാണ്.
ഓക്കെ, ആ കേസ് ഞാൻ പറയുന്നില്ല. ഞാൻ ആ കേസിൻ്റെ ജഡ്ജിമെൻറ്റ് പഠിച്ചതാണ്. ആ ജഡ്ജിമെൻറ്റ് പഠിച്ച് ആ സാക്ഷിമൊഴി വായിച്ചതിന് ശേഷം ഇവർ പുറത്ത് പത്രസമ്മേളനം നടത്തിയപ്പോൾ ഞാൻ അപ്പോഴേ പറഞ്ഞതാണ്. അവരോട് പറഞ്ഞതല്ല, ഞാൻ അന്നേ ഇതേപോലെ ഗൂഗിൾ മീറ്റ് എടുത്തപ്പോഴത്തേന് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു, കോടതിക്കകത്ത് പറയുന്നതല്ല, അവർ പുറത്ത് പറഞ്ഞത് അവർക്കെതിരെ ബെസ്റ്റ് ബേക്കറി കേസിൻ്റെ നിയമം അനുസരിച്ച് കേസെടുക്കാൻ വകുപ്പുണ്ടെന്ന് പറഞ്ഞു. 1.5 വർഷം കഴിഞ്ഞു, ഇപ്പോൾ അവർക്കെതിരെ കേസെടുത്തു. അതുകൊണ്ട് SC/ST ആക്ട് പ്രകാരം മൊഴി കൊടുക്കുന്നവർ സത്യസന്ധമായി മൊഴി കൊടുക്കണം, പുറത്ത് മാറ്റി പറയണം, പണി കിട്ടും. അടുത്തത്, ഭൂമിയിൽ തെറ്റായി കയ്യേറുക. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. പട്ടികജാതിക്കാരൻ്റെ ഭൂമിയിൽ അതിക്രമിച്ച് കടക്കുന്നില്ല, അതിര് തോണ്ടുക. ഇതും ഭൂമിയിൽ തെറ്റായി കയ്യേറുക. അല്ലെങ്കിൽ ഭൂമിയിൽ കൃഷി ചെയ്യുക, നമ്മളെ ഭീഷണിപ്പെടുത്തിയിട്ട് അതിനകത്ത് കയറി കൃഷി ചെയ്യുക. അങ്ങനെ കൃഷി ചെയ്താൽ 1,00,000 രൂപ കോമ്പൻസേഷനും 7 വർഷം ശിക്ഷയും കിട്ടും. ആർക്കാ? പട്ടികജാതിക്കാരനല്ലാത്തവർ. പ്രത്യേകം ശ്രദ്ധിക്കണം. പട്ടികജാതി, പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം കേസ് കൊടുക്കുമ്പോൾ പരാതിക്കാരൻ പട്ടികജാതിക്കാരനാണ്, പട്ടികജാതിയിൽ ഇന്ന സമുദായത്തിലാണ് എന്ന് പ്രത്യേകിച്ച് എഴുതണം. എതിർകക്ഷി പട്ടികജാതിക്കാരനല്ലാത്തതും ഇന്ന മതത്തിലെ ഇന്ന ജാതിക്കാരനാണ് എന്നറിയാമെങ്കിൽ അങ്ങനെ എഴുതണം. അങ്ങനെ എഴുതിയാൽ മാത്രമേ അട്രോസിറ്റീസ് ആക്ടിൻ്റെ പരിധിയിൽ വരൂ. ഇപ്പോൾ കുഞ്ഞുമോൻ അവിടെ നിന്ന് എഴുതുന്നു, എൻ്റെ പേര് കുഞ്ഞുമോൻ എന്നാണ്, എതിർകക്ഷി ദിവാകരനാണ്, അവൻ ഇങ്ങനെയൊക്കെ ചെയ്തു, പട്ടികജാതി വർഗ പീഡന പ്രകാരം 3(2) പ്രകാരം കേസെടുക്കണം എന്ന് പറഞ്ഞാൽ എടുക്കണ്ട. എന്തുകൊണ്ട്? കുഞ്ഞുമോൻ പട്ടികജാതിക്കാരനാണെന്ന് പറഞ്ഞിട്ടില്ല, എതിർകക്ഷി പട്ടികജാതിക്കാരനല്ല എന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ഈ വിളിക്കുന്ന ആകെ 5 പേരേ ഉള്ളൂ. ഈ 5 പേരെങ്കിലും ഒരാൾക്ക് പരാതി എഴുതുകയോ അല്ലെങ്കിൽ സ്വന്തമായി പരാതി എഴുതുമ്പോഴോ ആദ്യം ചെയ്യേണ്ട കാര്യം എന്തെഴുതണം? ബഹുമാനപ്പെട്ട ഇന്ന സ്ഥലത്തെ DYSP മുമ്പാകെ ബോധിപ്പിക്കുന്ന അപേക്ഷ അല്ലെങ്കിൽ പരാതി ഫ്രം എഴുതണം, എതിർകക്ഷി എഴുതണം. അതിനുശേഷം ആദ്യത്തെ വരി ഇതായിരിക്കണം: പരാതിക്കാരൻ പട്ടികജാതിയിൽ ഇന്ന ജാതിയിൽ പെടുന്നു. ഉദാഹരണം, പുലയനാണെങ്കിൽ പുലയൻ ജാതിയിൽ പെടുന്നു, സാംബവനാണെങ്കിൽ സാംബവ ജാതിയിൽ പെടുന്നു എന്ന് എഴുതണം. അപ്പോൾ അവിടെ നമുക്ക് മോശമൊന്നും വന്നിട്ട് കാര്യമില്ല. എന്നിട്ട് അടുത്ത് എഴുതേണ്ടതാണ് എതിർകക്ഷി ഇന്ന മതത്തിൽ, മതം എഴുതിയില്ലേ വേണ്ടിയല്ല, പട്ടികജാതിക്കാരനല്ലാത്തതും ഇന്ന ജാതിയിൽ പെടുന്നതുമാണ്. ജാതി അറിയത്തില്ലെങ്കിൽ ഇന്ന മതത്തിൽ പെടുന്നതാണ് പട്ടികജാതിക്കാരനല്ലാത്തതാണ്. അല്ലാത്തതാണ് എന്ന് എഴുതുന്നതിന് ജാതി അറിയേണ്ട കാര്യമില്ല. അപ്പം വ്യക്തമായി മനസ്സിലാക്കുക, അങ്ങനെ ഒരു ക്ലോസ് അതിലുണ്ടാകണം. ഇല്ലെങ്കിൽ വെറുതെ കരഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. SC/ST ആക്ട് പ്രകാരം കേസെടുക്കാൻ അത് വകുപ്പില്ല. മനസ്സിലായല്ലോ? അടുത്തത്, ഭൂമിയിൽ തെറ്റായി കയ്യേറുകയോ അവിടെ കൃഷി ചെയ്യുകയോ ചെയ്താൽ എത്ര വർഷം? 1,00,000 രൂപ കോമ്പൻസേഷൻ. അതും നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ 25, 50, 25. 25 FIR ഇടുമ്പോൾ, 50 ഫൈനൽ റിപ്പോർട്ട് ഫയൽ ചെയ്യുമ്പോൾ, ബാക്കി 25 എപ്പോൾ? ശിക്ഷിക്കുമ്പോൾ. ശിക്ഷിച്ചാലേ അവസാനത്തെ 25 കിട്ടൂ. മൊഴി മാറ്റി പറയരുത്, കോടതി പറഞ്ഞത് പുറത്തിറക്കി മാറ്റി പറയരുത്, നമുക്കെതിരെ കേസ്. ഓക്കെ. അടുത്തത്, തെറ്റായി ഭൂമി കയ്യേറ്റം നടത്തുക. ഭൂമിയിൽ തെറ്റായി കയ്യേറ്റം നടത്തുക, അല്ലെങ്കിൽ ഗൃഹപരിസരത്ത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള അവകാശങ്ങളിൽ കടന്നുകയറ്റം നടത്തുക. പട്ടികജാതി വർഗ പീഡന നിരോധന നിയമപ്രകാരം 3(1)G പ്രകാരം കേസെടുക്കാം. പുസ്തകം വാങ്ങി സൂക്ഷിച്ചു വെച്ചാൽ അത് വായിച്ച് നോക്കി വകുപ്പുകൾ കണ്ടുപിടിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾ പരാതി എഴുതുമ്പോൾ എന്നെ വിളിക്കും, എന്നെ വിളിക്കരുത്, ഞാൻ കോടതിയിലാണെങ്കിൽ എടുക്കില്ല. എടുത്താൽ തന്നെ എനിക്ക് വകുപ്പുകളൊന്നും കാണാതെ അറിയത്തില്ല, പുസ്തകം നോക്കേണ്ടി വരും. അപ്പോൾ പുസ്തകം കിട്ടുമെങ്കിൽ മലയാളത്തിൽ പുസ്തകമുണ്ട്, ഇംഗ്ലീഷിലുണ്ട്, രണ്ടും കൂടിയുണ്ട്. മേടിച്ചൊരെണ്ണം കൈ വെച്ചേക്കുക. പണ്ട് ക്ലാസ് എടുത്തപ്പോൾ ഞാൻ പുസ്തകം മേടിച്ച് അയച്ചു തരുമായിരുന്നു. ഇനി ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. കാരണം എനിക്ക് അതിന് നേരമില്ല. പുസ്തകം വാങ്ങാൻ പോകണം, അവിടെ ബസ് കിട്ടത്തില്ല, ഓട്ടോറിക്ഷ പിടിച്ചു പോകണം, തിരിച്ച് ഓട്ടോറിക്ഷ പിടിച്ച് വരണം, പിന്നെ പോസ്റ്റ് ഓഫീസിൽ പോയി കൊറിയർ അയക്കണം. അതൊന്നും നടക്കത്തില്ല. അതുകൊണ്ട് പുസ്തകം കിട്ടുന്നിടത്ത് വാങ്ങിക്കണം. ഓക്കെ. SC/ST ആക്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മിനിമം പണിഷ്മെൻറ്റ് 7 വർഷം. മാക്സിമം പണിഷ്മെൻറ്റ് SC/ST ആക്ട് പഠിച്ചാൽ മനസ്സിലാവത്തില്ല, IPC പഠിക്കണം.
ഇത് കഴിഞ്ഞതിന് ശേഷം ഐ പി സി ഇപ്പോൾ ഇല്ല, ഭാരതീയ ന്യായ സംഹിതയാണുള്ളത്. നമുക്ക് അത് പഠിച്ചാലേ മനസ്സിലാവൂ. ഇത് കഴിഞ്ഞതിന് ശേഷം ഭാരതീയ ന്യായ സംഹിത പഠിപ്പിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഉദ്ദേശം അരമണിക്കൂർ പഠിപ്പിച്ചു. കൂടുതലൊന്നും പറഞ്ഞു തന്ന് നിങ്ങളുടെ തല പുണ്ണാക്കണ്ട. നാളെ മുതൽ 9 മണി വേണോ 9:30 വേണോ എന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി, നമുക്ക് ആ സമയത്ത് എടുക്കാം. ഇന്ന് 9 മണിക്ക് ആരും വന്നില്ല, അതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. എന്തോ വേണം, 9:30 എടുത്താൽ പോരെ?